രണ്ട് പ്രാവശ്യം തുടർച്ചയായി LDF ജയിച്ച നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഭരണത്തിന് 4ാം വാർഷികം കഴിഞ്ഞ് നേതാക്കന്മാരെല്ലാം 3ാം ഊഴം കാത്തിരിക്കുന്ന അവസരത്തിൽ നിലമ്പൂർ വഴി കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. നിലമ്പൂരിലെ ജയം അതിശയകരമായ വിജയമാണ്. ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും UDF നേതാക്കന്മാരെ, പ്രവർത്തകരെ, സർവോപരി നിലമ്പൂരിലെ വോട്ടർമാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി മത്സരിച്ച് ജയിച്ച ആര്യാടൻ ഷൗക്കത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. എന്റെ ഉറ്റ ചങ്ങാതി ആര്യാടൻ മുഹമ്മദിന്റെ ഓർമ്മകൾ ഈ അവസരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഉജ്ജ്വലമായി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആര്യാടൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ സന്ദേശം നൽകിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കേരളത്തിൽ പിണറായി സർക്കാർ തുടരുന്നത് സാങ്കേതികമായി മാത്രമായിരിക്കും. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ജനവിധി. എന്തോ ഒരു ഭരണവിരുദ്ധ വികാരം, അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ വിജയത്തിന്റെ അർത്ഥം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള പിണറായി ഗവൺമെന്റ് ഒരു കെയർടേക്കർ ഗവൺമെന്റാണ്, സാങ്കേതികമായി തുടരുന്ന ഗവൺമെന്റാണ്. അതെല്ലാവരും ഓർക്കണം, മന്ത്രിമാർ ഓർക്കണം. ഈ സർക്കാരിനെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അന്ധമായി അനുകൂലിക്കുന്ന എല്ലാവരും ഓർക്കണം. സർക്കാരിനെ പിന്താങ്ങുന്ന ഓർക്കണം. നിങ്ങളുടെ ഭരണം തീർന്നു കഴിഞ്ഞിരിക്കുന്നു. കേരള ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഭരണം തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ അവസരത്തിലേക്ക് UDFിനോട്, പ്രവർത്തകരോട്, നേതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ കൂടുതൽ വിനയാന്വിതരാകണം, കൂടുതൽ വിനയം കാണിക്കണം. ഈ വിജയത്തിൽ, ഇത്രയും ഉജ്ജ്വലമായ വിജയത്തിൽ UDF പ്രവർത്തകർ, നേതാക്കന്മാർ ഒരിക്കലും അഹങ്കരിക്കരുത്. കാരണം ഇത് UDFന്റെ വിജയം മാത്രമല്ല, ഈ സർക്കാർ എത്രയും വേഗം പോയെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വിജയമാണ്, ഭരണവിരുദ്ധ വികാരത്തിന്റെ വിജയമാണ്. അതുകൊണ്ട് UDFനെ ആഹ്ലാദിക്കാമെങ്കിലും അഹങ്കരിക്കരുത്. UDFുകാർ ഇനി കൂടുതൽ വിനയം കാണിക്കണം. ഇനി ആര് വിചാരിച്ചാലും LDF കേരളത്തിൽ തിരിച്ചു വരില്ല. LDFന്റെ അധ്യായം അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരും 3ാം ഊഴത്തിന് സ്വപ്നം കാണണ്ട. കേരളത്തിൽ 2026-ൽ UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പോകുന്നതിന്റെ സൂചനയാണ് നിലമ്പൂർ ഇലക്ഷൻ എന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് പറയാനുണ്ട്. PV അൻവർ ഈ ഫലം വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം 10,000-ലധികം വോട്ട് പിടിച്ചിട്ടുണ്ട്. PV അൻവറിന് കൂടി UDF നിർത്താമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അധികാരപ്പെട്ട ആൾ ഞാനല്ല. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഈ ഗവൺമെന്റ് പോയി കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ മുമ്പിൽ, കേരളത്തിലെ ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഈ ഗവൺമെന്റ് തുടച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഗവൺമെന്റിനെ ജനങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ ഹൃദയത്തിൽ ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള തുടർന്നുള്ള മാസങ്ങൾ സാങ്കേതികമായൊരു ഗവൺമെന്റ് മാത്രമാണ്, കെയർടേക്കർ ഗവൺമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. UDF തിരിച്ചു വന്നു കഴിഞ്ഞിരിക്കുന്നു അനൌദ്യോഗികമായി. ഇതെനിക്ക് പറയാനുള്ളത്. പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷം വന്നിട്ടുണ്ടോ? വോട്ടെണ്ണിക്കൊണ്ടിരിക്കല്ലേ. പക്ഷേ ഇടത് കോട്ടകളിൽ പലയിടത്തും പ്രതീക്ഷിച്ചതിനേക്കാൾ കവിച്ച വിജയം UDFന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് UDFന്റെ വിജയം മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ വോട്ടർമാരിൽ തന്നെ കുറെ പേർ ഇത്തവണ ഷൗക്കത്തിന് വോട്ട് ചെയ്ത് കാണുമെന്നാണ് എന്റെ വിശ്വാസം.